look at you and it's easy to see you are that someone I've been trying to meet. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഹലോ യു കെ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇന്നെന്താ പ്ലാൻ ചെയ്യുക. എല്ലാ പ്ലാനിങ്ങും പെട്ടെന്നായിരിക്കും, എടുപിടയുന്നായിരിക്കും. അപ്പം ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തു നമുക്ക് യോർക്ക് സിറ്റിയിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള സിറ്റി യോർക്ക് സിറ്റിയാണ്. അപ്പം ആക്ച്വലി ഒരു ലേസി മോർണിംഗ് ആയിരുന്നു, ഇച്ചിരി നല്ല റെയിനിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയെല്ലാം റെഡിയായി ഇറങ്ങി. അപ്പം ആക്ച്വലി നല്ലൊരു സൂത്തിങ് എഫക്റ്റ് ആയിരുന്നു മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കാറിലിങ്ങനെ പോകുന്നത്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റായി, നല്ല വെയിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ സ്ട്രീറ്റിലിങ്ങനെ കുറച്ച് സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, അവരിങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ കുറച്ച് അവിടെ കറങ്ങിത്തിരിഞ്ഞിങ്ങനെ നടന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഭയങ്കര പഴക്കം ചെന്നൊരു സിറ്റിയാണ്. അപ്പം യോർക്ക് മെയിൻലി ഫേമസ് ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കുറേ ചോക്ലേറ്റ് ഷോപ്സും അല്ലാത്തുള്ള ലോക്കൽ വെൻഡേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പം ഇവിടുത്തെ ഫേമസ് കത്തീഡ്രലാണ് യോർക്ക് സിറ്റിയിലെ. അപ്പോൾ അവിടെ ഒരു ആളിങ്ങനെ വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളിയുടെ കൂടെ ഇൻസ്ട്രുമെൻ്റ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരനൊരു ഇത് കൊടുത്തു. അത് വായിച്ചുകൊണ്ട് അവിടെ ആൾ ഭയങ്കര എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഈ കത്തീഡ്രൽ എന്ന് പറയുന്ന യോർക്ക് മിൻസ്റ്റർ എന്നാണ് എൻ്റെ പേര്, അഥവാ കാത്തീഡ്രൽ ആൻഡ് മെട്രോപൊളിറ്റിക്കൽ ചർച്ച് ഓഫ് സെൻറ്റ് പീറ്റർ ഇൻ യോർക്ക്. ആക്ച്വലി 7th century മെയ്ഡാണ്, 637 AD. ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ഗോത്തിക് ഇംഗ്ലീഷ് മിക്സ്ഡ് ആർക്കിടെക്ചറിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ഒരു 72 meter ഹൈറ്റ് ഉണ്ട് ഇതിന്. ആക്ച്വലി നമ്മുടെ നോർത്ത് യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗോത്തിക് കത്തീഡ്രലാണിത്. ഇവിടുത്തെ ഹെൻറി അകത്ത് ആക്ച്വലി വെരി മച്ച് ബ്യൂട്ടിഫുൾ, ഭയങ്കര ഗോർജിയസ് ആണ് ഇൻസൈഡ് കാണാൻ. അപ്പം ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ട്സിന് 18 pound, ചിൽഡ്രന് ഫ്രീ ആണ്. അപ്പോൾ ആക്ച്വലി ഇത് കത്തീഡ്രൽ എന്ന് ഇതിനെ വിളിക്കാറില്ല, ഇതിനെ സാധാരണ യോർക്ക് മിൻസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ കത്തീഡ്രൽ ടേം ആക്ച്വലി വന്നത് ഈ നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ് ഈ ടേം വന്നത്, കത്തീഡ്രൽ എന്ന് പറഞ്ഞ ടേം. അതുകൊണ്ട് ഈ യോർക്ക് മിൻസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ട് ചെയ്തേക്കുന്നത് 600s, അതായത് 637 AD. അതായത് ആംഗ്ലോ സാക്സൺ പീരീഡിന് ആ ടൈമിൽ ഈ കത്തീഡ്രൽ എന്ന് പറയുന്ന ടേം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് യോർക്ക് മിൻസ്റ്റർ ഇത് അറിയപ്പെടുന്നത് ഇന്നും. മോള് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവിടെ. ആൾക്ക് ആക്ച്വലി അവിടെ നിന്ന് പോരണമെന്നില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടു, ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയായിരുന്നു. അപ്പം ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേസിലൊക്കെ ഇടയ്ക്ക് ഇതേപോലെ, എല്ലാ സൺഡേസും ഇല്ല കേട്ടോ, ഇങ്ങനെ വല്ലപ്പോഴും സൺഡേസിലിങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പുതിയ കേരള റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോർ ചെയ്തിങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചാണ് യോർക്ക് സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു കൽപ്പകവാടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അവിടുത്തെ മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ യോർക്ക് മിൻസ്റ്ററിൻ്റെ അകത്തെ ഒരു മാപ്പ്. ആക്ച്വലി ഇത് ഭയങ്കര വലിയൊരു കോമ്പൗണ്ടിനകത്താണ്. അപ്പം നമുക്ക് കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഓരോതിൻ്റെ പൊസിഷൻ അറിയാൻ ഈ മാപ്പ് നോക്കിയിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും. മീൻസ് ആൾക്കാരുടെ പൊസിഷൻ ഏതൊക്കെ വഴിയുണ്ട്, ഏതൊക്കെ വഴി നമുക്ക് എൻട്രി ഉണ്ട്, അതെല്ലാം നമുക്ക് ഇത് നോക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഞങ്ങൾ ആക്ച്വലി അവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഈ കത്തീഡ്രലിനെ പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് ബിൽഡിംഗ് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തോന്നി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാരി പോട്ടർ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഹാരി പോട്ടറിലെ നമ്മുടെ ഡോബിയുടെയും ഒക്കെ ഹാരി പോട്ടറിൻ്റെയൊക്കെ ടോയ്സും കുറേ ഇങ്ങനത്തെ ഹാലോവീൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഹാരി പോട്ടറിൻ്റെ പല രീതിയിലുള്ള ബുക്സ്, പെൻസിൽ,
പിന്നെ അതേപോലത്തെ അതിൻ്റെ അകത്തെ ഓരോ മോൺസ്റ്റേഴ്സും കുറേ ഇങ്ങനത്തെ വിസാർഡ്സും ഒക്കെ ഇല്ല, അതിൻ്റെയൊക്കെ ഓരോ മോഡലും ഇങ്ങനത്തെ കാര്യങ്ങളും മറ്റോ ഹോഗ്വേർട്സിൻ്റെ ഫ്ലാഗും ഒക്കെ ആയിട്ട് ഈവൻ അവിടുത്തെ സെയിൽസ് ഗേൾ പോലും ആ ഒരു കോസ്റ്റ്യൂമിലായിരുന്നു നിന്നിരുന്നത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളിക്കാരത്തെ ഞാൻ ഇതേപോലെ ഹാരി പോട്ടറിൻ്റെ കുറേ സീരീസൊക്കെ കാണിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ കുഞ്ഞിലെ നമ്മൾ കണ്ടതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമ്മൾ മൂവിക്കകത്ത് കാണുന്നൊരു വിസ് ട്രീ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടോയ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ മോൾ ആ വിച്ച് ട്രീ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അമ്മ ഇതേ വിച്ച് ട്രീ എന്ന് പറയുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.